മഴതോരു മുമ്പയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വരുന്ന ബാലചന്ദ്രനെ കാണുമ്പോൾ കൃഷ്ണമോള് ഓടി ചെന്ന് അച്ചാന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് സുഖമാണോ? എവിടെ പോയി മോളെ അലീന ചേച്ചി? അപ്പോൾ കൃഷ്ണമോള് പറയുകയാണ്, അച്ഛാ അലീന ചേച്ചി പുറത്തെന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അച്ഛനിപ്പോൾ നല്ല ഭേദമുണ്ടോ അച്ഛാ? ഇപ്പോഴും അച്ഛന് നെഞ്ചുവേദന ഉണ്ടോ അച്ഛാ? ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ എന്തെങ്കിലും കഴിച്ചോ അച്ഛാ എന്നൊക്കെ. അപ്പോൾ അതിനെല്ലാം ബാലചന്ദ്രൻ ഉത്തരം പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ല മോളെ, അച്ഛനിപ്പോൾ കുറേ ഭേദമായിട്ടുണ്ട്. അങ്ങനെയല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത്? അല്ലെങ്കിൽ ഡോക്ടർമാർ അച്ഛനെ ഡിസ്ചാർജ് ആക്കുമോ? അതുകൊണ്ട് അച്ഛനിങ്ങനെ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ അവരുടെ സംസാരത്തിനിടയിൽ വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ അലീനയെ കാണാനില്ലല്ലോ, ഒത്തിരി നേരമായോ മോളെ അവൾ പുറത്ത് പോയിട്ട്? അപ്പോൾ ഇതെല്ലാം പുറത്തു നിന്ന് ബബിത കേൾക്കുന്നുണ്ട്. ബബിത വലിയ ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഹോ അച്ഛനിപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് അവളെ ആണല്ലോ, ആ അലീനയെ. അല്ലെങ്കിൽ അച്ഛൻ്റെ മറ്റൊരു മോളെ പറ്റി അച്ഛൻ തിരക്കിയോ? ഇല്ലല്ലോ, ഞാനിവിടെ ജീവിച്ചിരിക്കുന്നില്ലേ? അച്ഛനാണെങ്കിൽ അവളെ മതി അല്ലേ? അച്ഛന് കുറേ കിന്നാരം പറയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട്, ഞാൻ നിന്നെപ്പറ്റി ഇനി പ്രത്യേകിച്ച് തിരക്കണോ മോളെ? നീ എന്തായാലും വീട്ടിനകത്ത് ഫോണും കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് എനിക്കറിയാം. അതുപോലെയാണോ നിൻ്റെ അലീന ചേച്ചി? അവൾക്കാണെങ്കിൽ ഈ വീട്ടിൽ എന്തെല്ലാം പണിയുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണം, നിങ്ങൾക്ക് ഭക്ഷണം വയ്ക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവളല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ട് അവളല്ലേ പുറത്തൊക്കെ പോയി സാധനങ്ങൾ കൂടെ വാങ്ങിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അവളെ തിരക്കിയത്, അല്ലാതെ നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? എന്നിട്ട് വീണ്ടും ബബിത ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, എനിക്കറിയാം അച്ഛനിപ്പോൾ നമ്മളെക്കാളൊക്കെ ഏറെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവളോടാണല്ലോ, ആ അലീനയോട്, അച്ഛൻ്റെ മകളെന്ന് പറയുന്ന ആ സാധനത്തിനോട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അച്ഛനാണെങ്കിൽ ഇപ്പോൾ പിന്നെ അമ്മയും ഹോസ്പിറ്റലിലല്ലേ, അതുകൊണ്ട് അവളടുത്ത് കൂടുതലങ്ങ് അച്ഛൻ ഇടപഴകും, അതിൻ്റെ കാര്യം എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ അവളുടെ കരണത്തൊരടി അടിച്ചിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തും സംസാരിക്കാറായിരുന്നു അച്ഛനോട്? നിന്നെക്കാളും ഒരു 4-5 വയസ്സ് കൂടുതലല്ലേടി ഉള്ളൂ അലീനയ്ക്ക്. അവൾ എന്ത് പക്വതയോടു കൂടിയാണ് പെരുമാറുന്നത്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. നീ എങ്ങനെയാണോ ഏത് സമയം ഫോണും കുത്തി ഓരോന്നും കണ്ടുകൊണ്ടിരിക്കും, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ബബിത അങ്ങ് തല താഴ്ത്തി നിൽക്കുകയാണ്. പുറത്ത് സാധനങ്ങൾ വാങ്ങാൻ പോയ അലീന പെട്ടെന്ന് ബാലചന്ദ്രനെ കാണുമ്പോൾ അച്ഛാന്ന് വിളിച്ച് അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അലീനയെ കാണുമ്പോൾ ബാലചന്ദ്രൻ അങ്ങ് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. മോളെ എവിടെ പോയിരിക്കുകയായിരുന്നു നീ? ഞാനില്ലാത്തത് കൊണ്ട് നിനക്ക് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വന്നു അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടിയോ നീ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, അയ്യോ ഇല്ല അച്ഛാ, അച്ഛനില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് എന്തെങ്കിലും കുറവ് വരുത്താൻ പറ്റുമോ? അതൊന്നും ആലോചിച്ചിട്ട് അച്ഛൻ ടെൻഷൻ ആവണ്ട. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മുറയ്ക്ക് തന്നെ അങ്ങ് നടക്കുന്നുണ്ട്. അച്ഛൻ്റെ ശരീരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അലീന ബാലചന്ദ്രനോട് ഇത്ര സ്നേഹത്തോടെ പെരുമാറുന്നത് കാണുമ്പോൾ ബബിതയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ബബിത വീണ്ടും ബാലചന്ദ്രൻ്റെയും അലീനയുടെയും മുഖത്ത് നോക്കിയിട്ട് കുറച്ച് അനാവശ്യ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഓ എന്തൊരു സ്നേഹം അച്ഛനും മകളും തമ്മിൽ. സ്വന്തം മക്കൾ അച്ഛന് വേണ്ട, അച്ഛൻ എവിടെയോ ചെന്ന്, എനിക്കറിയാം ഗൾഫിലോ എവിടെയോ ആയിരുന്ന സമയത്ത് എൻ്റെ അമ്മയെ അച്ഛൻ ചതിച്ചിട്ട് മറ്റൊരു സ്ത്രീയിൽ ഉണ്ടായതെന്നല്ലേ അച്ഛൻ പറയുന്നത്. ഈ അലീന അച്ഛൻ്റെ അവിഹിതത്തിൽ ജനിച്ചവള്. ഇതൊക്കെ അച്ഛന് നാണമില്ലേ അച്ഛാ? അച്ഛൻ്റെ സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ അവളോട് പെരുമാറാൻ. അപ്പോൾ ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യം വരികയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താടി പറഞ്ഞത്? ഓ നീ അത്രയ്ക്കൊക്കെ സംസാരിക്കാറായോ? എനിക്ക് ഗൾഫിലായിരുന്നപ്പോൾ ഉണ്ടായ അവിഹിത സന്തതി അലീന, കൊള്ളാം. എന്നാലും അച്ഛന് ഇത്ര നാണം ഇല്ലാതായി പോയല്ലോ. നാട്ടുകാരറിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വെളിയിൽ ഇറങ്ങി നടക്കാൻ കഴിയുമോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഹോ ഇപ്പോൾ ഞാൻ കാരണമാണ് നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്തതല്ലേ? ഒരുത്തന്തോ ഒരു പെണ്ണിനെയും പീഡിപ്പിച്ചിട്ട് ജയിലിൽ ചെന്ന് കിടക്കുന്നു, അതൊന്നും നിനക്കൊന്നും നാണമില്ല. അച്ഛൻ ചെയ്തത് മാത്രമാണ് നിനക്കൊക്കെ നാണക്കേടായി പോയത്. ശരി, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ബബിതേ, നീ അതിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛന് ചോദിക്കാനുള്ളത്? ശരി, നീ പറയുന്നത് ഞാൻ ഗൾഫിൽ വെച്ചിട്ട് അവിഹിതത്തിൽ ഉണ്ടാക്കിയ മകളാണ് അലീന എന്നല്ലേ? ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിന്റെ അമ്മയാണ് കല്യാണത്തിന് മുമ്പ് മറ്റൊരാളെ സ്നേഹിക്കുകയും അതിലൊരു കുഞ്ഞും കൂടെ ഉണ്ടാവുകയും ചെയ്തിരുന്നാൽ അതാണ് ഈ അലീനയെങ്കിലോ? നിന്റെ അമ്മ 22 വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച കുഞ്ഞാണ് ഈ അലീന. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബബിത അങ്ങ് വല്ലാതെ ഒരു ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അച്ഛൻ എന്താ പറഞ്ഞത്? അമ്മ പ്രസവിച്ച കുഞ്ഞാണ് ഈ അലീനയെന്നോ? അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ പുറകിൽ നിന്ന് അലീന കണ്ണ് കാണിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത് എന്നൊക്കെ.
അലീന പറയുന്നതൊന്നും കേൾക്കാതെ ആ ദേഷ്യത്തോടു കൂടി വീണ്ടും ബബിതയോട് ബാലചന്ദ്രൻ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് ശിവശങ്കര മേനോൻ വരുന്നുണ്ട്. ബാലചന്ദ്ര എന്നൊരു വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ദേഷ്യത്തോടു കൂടി ശിവശങ്കര മേനോന്റെ അച്ഛൻ പറയുന്നുണ്ട്, അമ്മ പ്രസവിച്ച മകളാണ് എന്തെങ്കിലും പ്രാന്ത് വിളിച്ച് പറയുന്നത്. ശിവശങ്കര മേനോൻ വിശ്വസിക്കാൻ നിൽക്കുകയാണോ? ഇതൊക്കെ നിന്റെ അച്ഛൻ വെറുതെ പറയുന്നതല്ലേ, മോള് അങ്ങ് റൂമിലേക്ക് പോക്കേ, എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ ബബിത തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് തന്നെ കൃഷ്ണമോളും അലീനയും അവരവരുടെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തിരിച്ച് ബാലചന്ദ്രൻ ശിവശങ്കര മേനോനോട് ചോദിക്കുന്നുണ്ട്, എന്തേ സത്യം പറയാതിരുന്നത്? തൻ്റെ പെങ്ങള് 22 വർഷങ്ങൾക്ക് മുമ്പ് പിഴച്ച് പ്രസവിച്ച മകളാണ് ആ അലീനയെന്ന്. അതിനൊന്നും നാവ് പൊങ്ങൂലല്ലേ? സ്വന്തം അച്ഛനെ ചതിച്ചാണ് അമ്മ ഇത്രയും നാളും ഇവിടെ താമസിച്ചതെന്ന് അവരറിഞ്ഞാലുണ്ടല്ലോ, അവളുടെ കഥ കഴിക്കും. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ബാലചന്ദ്ര, ഇപ്പം അതൊന്നും സംസാരിക്കാനുള്ള സമയമല്ല. നീ ഈ ദേഷ്യത്തിൻ്റെ പുറത്ത് ബബിതയോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവൾ കൃഷ്ണമോളെ പോലെ അല്ല എന്ന് നിനക്കറിയാലോ. നിന്നെക്കാളേറെ അവൾക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളത് വൈജയോടാണ്. അവൾ നേരെ ചെന്ന് വൈജയോട് ഈ കാര്യം ചോദിക്കും. വൈജ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് നീ ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. ആ സമയത്ത് അലീന ബാലചന്ദ്രനും ശിവശങ്കര മേനോനും ഒക്കെ കുടിക്കാനുള്ള വെള്ളമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അലീനയും പറയുന്നുണ്ട്, അതേ അച്ഛൻ അങ്ങനെയൊന്നും പറയണ്ട. അവൾ ചെന്ന് അമ്മയോട് ഈ കാര്യങ്ങൾ പറയും. അമ്മയുടെ കണ്ടീഷൻ ഇപ്പോൾ അച്ഛൻ അറിയാമല്ലോ. ഈ കാര്യം കൂടെ അറിഞ്ഞാൽ അമ്മ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ട് അച്ഛനത് സഹിക്കാൻ കഴിയില്ല. അച്ഛൻ ഇപ്പോൾ ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മയെ വിട്ടുകളയാൻ അച്ഛനെ കൊണ്ട് സാധിക്കില്ല. അത്ര ഇഷ്ടമാണ് അച്ഛൻ അമ്മയെ എന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, ശരിയാ ബാലചന്ദ്ര, അവൾ പറഞ്ഞതിലും കാര്യമില്ലേ, താനൊന്ന് ആലോചിച്ച് നോക്ക്. ശരി, അതൊക്കെ പോട്ടെ, മക്കളുടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ ബാലചന്ദ്ര? ഹരിയും രോഹിത്തും ആണെങ്കിൽ ഇപ്പം എത്ര ദിവസമായി ജയിലിൽ കിടക്കുന്നു. പോലീസ് അവരെ ഇനി ചതയ്ക്കാൻ ഒരു ശരീരം ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. എനിക്കാണെങ്കിൽ ജോലിക്കിരുന്നിട്ട് ഊണും ഇല്ല ഉറക്കവും ഇല്ല. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അവർ കുറ്റം ചെയ്തവരായിരിക്കും, പക്ഷേ നമ്മുടെ മക്കളല്ലേ, നമുക്കവരെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ബാലചന്ദ്ര? എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് അതിന് കഴിയില്ല. എൻ്റെ മക്കൾ തെറ്റ് ചെയ്തെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം. ഒരു പാവപ്പെട്ട പെണ്ണിനെ പിച്ചു ചീന്തിയിട്ട് ഇപ്പം രക്ഷിക്കാനോ? ഇങ്ങനെയുള്ളവന്മാരെ പുറത്തിറങ്ങിയാലേ ഇനി പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഇവിടെ വഴി നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവന്മാർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം. ബാലചന്ദ്രൻ ഈ നാറ്റ കേസിൽ അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നോക്കുമെന്ന് താൻ വിചാരിക്കേണ്ട. അവിടെ നിന്നിട്ടും മറ്റു പ്രയോജനമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കുന്ന ശിവശങ്കര മേനോൻ നേരെ കമലയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. കമല ശിവശങ്കര മേനോട്, ഏട്ടാ എന്തായി കാര്യങ്ങൾ? നിങ്ങൾ ബാലചന്ദ്രനെ കണ്ടിരുന്നോ? ബാലചന്ദ്രൻ എന്തു പറഞ്ഞു? സഹായിക്കാമെന്ന് പറഞ്ഞോ എന്ന് പറയുമ്പോൾ വല്ലാത്ത ദേഷ്യത്തിലാണ് ശിവശങ്കര മേനോൻ. ബാലചന്ദ്രന്റെ വായിലിരിക്കുന്നത് മൊത്തവും കേൾക്കേണ്ടി വരുന്നു. തൻ്റെ മകൻ ചെയ്ത കുറ്റത്തിന് താൻ പലരുടെ മുന്നിൽ തല താഴ്ത്തേണ്ടി വന്നു. ഈ ദേഷ്യം എല്ലാം ഉള്ളിലൊതുക്കി നിന്ന ശിവശങ്കരൻ കമലയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ കമലയുടെ മുഖത്തേക്ക് ഒരു അടി അങ്ങ് കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, നീ ഒറ്റ ഒരുത്തിയാണ് ആ ഹരിയെ ഇത്രയും വളർത്തി വഷളാക്കിയത്. അവന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആരുടെ മുന്നിലെല്ലാം തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. ആ ബാലചന്ദ്രൻ എന്തെല്ലാം എന്നെ പറഞ്ഞ് അധിക്ഷേപിച്ചു. എനിക്ക് തിരിച്ചു പറയാൻ ഒരു ഉത്തരവുമില്ല. എല്ലാത്തിനും കാരണം നീയാണ്. ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് അവന് കുറേ ലാളന നീ കൊടുത്തു. അവൻ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം നീ കണ്ണടച്ച് അങ്ങ് അവനെ സപ്പോർട്ട് ചെയ്തു. എല്ലാത്തിനുമുള്ള ശിക്ഷ ഞാനിപ്പോൾ അനുഭവിക്കുന്നു. നിനക്കിതൊന്നും അറിയണ്ടല്ലോ. വീട്ടിലിരുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. നീയൊന്നും മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശിവശങ്കര മേനോൻ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് കയറി പോരുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ ശിവശങ്കര മേനോൻ വൈജയന്തിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വൈജ ശിവശങ്കര മേനോനെ കണ്ടപാടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഏട്ടാ എന്തായി കാര്യങ്ങൾ? രോഹിത്തിനെയും ഹരിയെയും പുറത്തിറക്കാനുള്ള വഴികൾ എന്തെങ്കിലും തെളിഞ്ഞോ ശിവേട്ടാ? അപ്പോൾ ശിവശങ്കര മേനോൻ പറയാണ്, എന്ത് ചെയ്യാനാണ് വൈജയ്? എത്ര നാളായി അവർ ജയിലിൽ കിടക്കുന്നു. ഇനി ഇടിച്ച് ചതയ്ക്കാനായിട്ട് ഒരു ശരീരത്തിൻ്റെ ഭാഗം പോലും ഇല്ല എന്നാണ് അറിഞ്ഞത്. ഞാൻ പലയിടത്തും കയറി ഇറങ്ങി, ഒരു രക്ഷയുമില്ല. അത്രയ്ക്ക് വലിയ തെറ്റല്ലേ അവന്മാർ ചെയ്തത്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആ ഹരിയാണ് ഏട്ടാ അവനെയും കൂടെ ഇങ്ങനെ ഇല്ലാതാക്കുന്നത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ നീ അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്ന്. എന്നിട്ടും ആ രോഹിത്ത് കേട്ടില്ല. അനുഭവിക്കട്ടെ, അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ?
അപ്പോൾ ശിവശങ്കരൻ മേനോൻ പറയുന്നുണ്ട്, ഞാൻ ബാലചന്ദ്രനെയും കണ്ടിരുന്നു. ബാലചന്ദ്രൻ വല്ലാത്ത ദേഷ്യത്തിലാണ്. ബാലചന്ദ്രനും ഇത് തന്നെയാണ് പറയുന്നത്. അവന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ കിടന്ന് ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ്. ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നും ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട. അവൻ എന്തായാലും ഇവന്മാരെ ഇറക്കാൻ നോക്കില്ല. ബാലചന്ദ്രൻ പറയുന്നത്, അന്ന് അലീനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ അലീന അന്ന് പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ അന്നേ അകത്താകുമായിരുന്നു. ആ ഒരു പെണ്ണിൻ്റെ ഒരു ഒറ്റ വാക്കുകൊണ്ടാണ് അവന്മാർ അന്ന് പുറത്തിറങ്ങിയത്. അത് തെറ്റായി പോയി എന്നൊക്കെയാണ്. ഞാനിതിലൊക്കെ എന്തുത്തരം പറയാനാണ്? അല്ല, അവൻ പറയുന്നതിലും കാര്യമല്ലേ. അന്ന് ആ പെണ്ണ് കൊണ്ട് കേസ് കൊടുത്തിരുന്നെങ്കിൽ അവന്മാർ അന്നേ അങ്ങ് അകത്തായേനെ. എന്നിട്ട് ഇവന്മാർ പഠിച്ചില്ലല്ലോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ പൊന്നേട്ട ആ പെണ്ണിൻ്റെ കാര്യം ഇവിടെ വിളിച്ചു പറയരുത്. എനിക്കതിനെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടാവുന്നുണ്ട്. ആ പെണ്ണ് ആ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായത്. ഞാനും ബാലചന്ദ്രനുമായിട്ട് തെറ്റിയതും എൻ്റെ മക്കൾ ഇങ്ങനെ സ്റ്റേഷനിലാവാനുള്ള കാരണവും ആ അലീനയാണ്. ഇപ്പോൾ ഞാൻ ആ വീട്ടിലില്ലാത്തത് കൊണ്ട് എന്തും ആവാമല്ലോ, ആരെന്ത് ചോദിക്കാൻ. എൻ്റെ ഒരു കുറവും കൂടെ അവളങ്ങ് തീർത്തു കൊടുക്കുന്നുണ്ടായിരിക്കും ബാലചന്ദ്രന്. ഇത് കേൾക്കുമ്പോൾ ശിവശങ്കര മേനോന് വല്ലാതെ ദേഷ്യം വന്നിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട്, വൈജയ് ഒന്ന് നിർത്തുന്നുണ്ടോ വൈജയ്? നീ എന്ത് അനാവശ്യമാണ് പറയുന്നത്? നീ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് നിനക്കറിയാവോ? അപ്പോൾ ഇങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, എന്താ ശിവേട്ടൻ അങ്ങനെ പറഞ്ഞത്? ആരെ പറ്റിയാ പറയുന്നതെന്നൊക്കെ. ഇപ്പോൾ കുറച്ച് മുമ്പ് ഇവിടെ ബബിത എന്നെ ഫോൺ ചെയ്തിരുന്നു. അവളും എന്നോട് ചോദിച്ചു, അച്ഛൻ എന്തോ ദേഷ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് അലീന അമ്മയുടെ മകളാണെന്നത്രേ. ഇപ്പോൾ ഞാൻ ആ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ ശിവേട്ടനും എന്തോ ഉള്ളിൽ വെച്ച് പറയുന്നത് പോലെയാണല്ലോ പറഞ്ഞത്. അതെന്താ ശിവേട്ട അങ്ങനെ പറയാൻ കാര്യം? അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, നീ ഒന്ന് ആലോചിച്ച് നോക്ക് വൈജയ്, നീ അത്ര നല്ലവളാണോ? ശരി, ബാലചന്ദ്രന് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായി എങ്കിൽ നിനക്കോ? നീ ബാലചന്ദ്രനെ ഇത്രയും നാളും പറ്റിച്ചിട്ടല്ലേ അവൻ്റെ കൂടെ കഴിയുന്നത്? 22 വർഷങ്ങൾക്ക് മുമ്പ് നീ ഒരു കുഞ്ഞിനെ പിഴച്ച് പ്രസവിച്ചില്ലേ? ആ കുഞ്ഞ് അലീനയാണെങ്കിലോ നീ ഇങ്ങനെയൊക്കെ അനാവശ്യങ്ങൾ പറയുമായിരുന്നോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതെന്തിനാ ശിവേട്ട ഇപ്പോൾ ആ കാര്യങ്ങൾ പറയുന്നത്? ആ കുഞ്ഞ് മരിച്ചു പോയതല്ലേ? എൻ്റെ കുഞ്ഞും ഈ പിഴച്ചു പെറ്റവളും തമ്മിൽ എന്താ ബന്ധം? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ ശിവേട്ട. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, നിന്റെ നാവ് മിണ്ടാതിരിക്കില്ലല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ നീയും കുറേയൊക്കെ ഒന്ന് അടങ്ങണം വൈജയ്. നീയും തെറ്റുകാരിയാണ്, അല്ലാതെ നീ നല്ലവളൊന്നും അല്ല. അതുകൊണ്ട് നീ ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തുമ്പോൾ നീ നല്ലവളാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് വേണം കുറ്റപ്പെടുത്താൻ, അല്ലാതെ വെറുതെ കിടന്നങ്ങ് പറയാൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശിവശങ്കര മേനോൻ ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ വൈജയന്തി അവിടെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, എന്തിനായിരിക്കും ശിവേട്ടൻ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയത്? ബാലചന്ദ്ര മേനോനും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ കുത്തി പറയാറുണ്ട്. ഇനി എൻ്റെ പഴയ കഥ എങ്ങാനും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? അതുകൊണ്ടായിരിക്കുമോ ബാലചന്ദ്രൻ അങ്ങനെ സംസാരിക്കുന്നത് എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ അലീന രേവതിക്കുട്ടിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞാനൊരു കാര്യം പറയട്ടെ, രോഹിത്ത്, ഞാൻ അന്വേഷിച്ചപ്പോൾ രോഹിത്ത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല മോളെ. ശരണ്യയുടെ ദേഹത്ത് അവനൊന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. ആ സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ പോയിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവിടെ ആ കുറ്റം നടന്ന സമയത്ത് അവൻ അവിടെ ഇല്ലായിരുന്നു മോളെ. അതുകൊണ്ട് രോഹിത്ത് നിരപരാധിയാണ്. മാമച്ചൻ അങ്കിളോടും ഗ്രേസി ആൻറ്റിയോടും പറഞ്ഞ് അന്ന് എന്നെ ഇറക്കിയില്ലേ ആ ഒരു SP സാറിനോട് ഒന്നും മാമച്ചൻ അങ്കിളിനോട് സംസാരിക്കാൻ പറയുമോ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി എങ്ങനെയാ ചേച്ചി ഞാൻ ഇനിയും മാമച്ചൻ സാറിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? അന്ന് ചേച്ചി ഇറക്കിക്കൊണ്ടുവന്നു, അത് ചേച്ചി കുറ്റക്കാരിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രോഹിത്തോ, അവൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മാമച്ചൻ സാർ ഇതിനൊന്നും ഇടപെടാൻ നിൽക്കില്ല ചേച്ചി. ചേച്ചിക്ക് അറിയാമല്ലോ, മാമച്ചൻ സാറിന് ശരിയാണെന്ന് തോന്നുന്നതേ ചെയ്യൂ, അതിനെ കൂട്ടു നിൽക്കൂ. ഒരു റിട്ടയേർഡ് എക്സ് മിലിറ്ററി ഓഫീസറാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെനിക്ക് അറിയില്ലേ മോളെ, സത്യമല്ല എന്നുള്ള കാര്യത്തിന് ഈ ചേച്ചി കൂട്ടു നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിൻ്റെ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും ആ കുട്ടിയെ അവനൊന്ന് ശരീരത്തിൽ കൈ വച്ചിരുന്നുവെങ്കിൽ ഞാൻ ഈ കാര്യം നിന്നോട് പറയില്ലായിരുന്നു. ഇതെനിക്ക് 100% ഉറപ്പാ മോളെ. രോഹിത്ത് ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും അവൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പോടുകൂടി നിന്നോട് പറയുന്നത്. നീ ഒന്ന് സംസാരിച്ച് നോക്ക്, അപ്പോൾ മാമച്ചനങ്ങൾ കേൾക്കുമായിരിക്കും. സത്യമാണെന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെ പറയുന്നത്. നീ സംസാരിക്കുമോ മോളെ? അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, ശരി ചേച്ചി, ചേച്ചി കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. ഞാൻ അങ്കിളിനോട് സംസാരിക്കാം, അങ്കിള് പോയി ഇറക്കിക്കൊണ്ടുവരും, ചേച്ചി വിഷമിക്കണ്ട. ഉടനെ തന്നെ അലീന ഈ വിവരങ്ങൾ മനുവിനെ വിളിച്ച് പറയുന്നുണ്ട്.
മനുവേട്ട. അപ്പോൾ മനു ചോദിക്കുകയാണ്, എന്ത് പറ്റി അലീന, നിനക്കെന്താ ഒരു വിഷമം പോലെ? അത് മനുവേട്ട, രോഹിത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ ശരണ്യയോട് സംസാരിച്ചു. അവൾ ഇപ്പോഴാണ് എന്നോട് പറഞ്ഞത്, രോഹിത് അവൾ 3 പേര് അവൾക്ക് നല്ല ഓർമ്മയുണ്ട്. രോഹിത് അവളുടെ ശരീരത്തിലൊന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാലേ പറ്റുള്ളൂ മനുവേട്ട. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയില്ലായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഉറപ്പായിട്ടാണ് ഞാൻ മനുവേട്ടനോട് പറയുന്നത്. മനു ഇത് കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് ഞെട്ടിയിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ അലീന പറയുന്നത്? രോഹിത് ഒന്നും ചെയ്തിട്ടില്ല എന്നോ? രോഹിത് ആ വീട്ടിൽ പോയിരുന്നല്ലോ, ആ സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? അല്ല മനുവേട്ട, രോഹിത് അവിടെ പോയിരുന്നു എന്നുള്ളത് ശരിയാണ്. അന്ന് ഞാൻ ഓർക്കുന്നു, അവൻ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വന്നു. അവനിവിടെ വന്നപ്പോൾ വല്ലാതെ അവൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ് അവനെ കൊണ്ട് ഒരു പെൺകുട്ടിയെ നശിപ്പിക്കാൻ കഴിയില്ല മനുവേട്ട. അന്ന് തന്നെ എന്നെ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ഹരിയുടെ കൂട്ടുകൂടിയിട്ടാണ്. ഹരി നിർബന്ധിച്ചിട്ടാണ് അവൻ അന്ന് ചെയ്തത്. അവന് ഈ കാര്യങ്ങളെല്ലാം വലിയ പേടിയാണ്. അന്നും ഇത് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. അന്നും ഹരി ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ടും അവൻ അത് പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ബാക്കി 3 പേരും കൂടെ ചേർന്ന് അവനെ ഭീഷണിപ്പെടുത്തി അകത്തേക്ക് കയറ്റിയത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രോഹിത്തിനെ പുറത്തിറക്കണം മനുവേട്ട. അപ്പോൾ മനു പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട അലീന, നമുക്ക് എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കാം. നീ പറഞ്ഞതുകൊണ്ട് ഞാനത് വിശ്വസിക്കാം, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഹരി, അവനെന്തായാലും അവിടെ കിടക്കട്ടെ. അവൻ തന്നെയാണ് ഇവന്മാരെ എല്ലാത്തിനെയും വഷളാക്കുന്നത്. എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് അവൻ കാരണം നശിച്ചത്. അതൊക്കെ പോട്ടെ, ബാലചന്ദ്രൻ അങ്കിള് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് എന്ന് അറിഞ്ഞല്ലോ. എവിടെ ബാലചന്ദ്രൻ അങ്കിള്? അത് മനുവേട്ട, അച്ഛൻ മുകളിൽ കിടക്കുന്നുണ്ട്. അച്ഛൻ ഇവിടെ വന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല മനുവേട്ട, പുറത്തു പോയിരിക്കുകയായിരുന്നു. കൃഷ്ണമോളോടത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു അലീന എവിടെയെന്ന്. അത് കേട്ട ബബിതയ്ക്ക് വല്ലാതെ ദേഷ്യമായി. അവള് അച്ഛന് ഒരുപാട് വഴക്ക് പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അച്ഛനോട് സംസാരിച്ചു. എന്നെയും അച്ഛനെയും ചേർത്ത് വെച്ച് പറയാൻ പാടില്ലാത്തതെല്ലാം അച്ഛൻ്റെ മുഖത്ത് നോക്കി അവൾ സംസാരിച്ചു. അച്ഛന് ദേഷ്യം വന്ന് അവളുടെ മുഖത്തേക്ക് ഒരടി കൊടുത്തു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അമ്മയുടെ മകളാണ് ഞാനെന്നൊക്കെ. ഞാൻ അച്ഛനെ പുറകിൽ നിന്ന് കണ്ണു കാണിച്ചു, അച്ഛ ആ കാര്യങ്ങളൊന്നും പറയരുതെന്ന്. അച്ഛൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് വിളിച്ച് പറഞ്ഞതാ. പെട്ടെന്ന് ശിവശങ്കരൻ അങ്കിള് വന്നിരുന്നു. എന്നിട്ട് അങ്കിള് വിഷയം മാറ്റി. ഇല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ ദേഷ്യത്തിന് പറയുകയും ചെയ്യുമായിരുന്നു. ബബിത ഓടിച്ചെന്ന് അമ്മയോട് ഈ കാര്യങ്ങൾ പറഞ്ഞേനെ. എന്താ സംഭവിക്കുക എന്ന് പറയണ്ടല്ലോ മനുവേട്ട. ഇതൊക്കെ കേൾക്കുമ്പോൾ മനുവിന് അങ്ങ് വല്ലാതെ സങ്കടം വരുന്നുണ്ട്. അലീന, നീ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ടല്ലോ അല്ലേ അവിടെ? പോട്ടെ, സാരമില്ല. എന്നെങ്കിലും അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നീ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കരുത്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ബബിത വേറെ എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല മനുവേട്ട, ബബിത റൂമിലേക്ക് കയറിപ്പോയി. കൃഷ്ണമോൾ ഇരുന്ന് പഠിക്കുക. അപ്പോൾ അവൾ വിചാരിച്ചിരുന്നത് വെറുതെ പറഞ്ഞതായിരിക്കുമെന്നാ. അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു മനുവേട്ട. ശരി മനുവേട്ട, മനുവേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം രോഹിത്തിനെ പുറത്തിറക്കാൻ. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ മനുവേട്ടനോട് പറഞ്ഞത്. ശരി അലീന, നമുക്കവനെ രക്ഷിക്കാം, ഞാൻ നിന്റെ കൂടെ കാണും എന്ന് പറഞ്ഞ് മനു ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് രേവതിക്കുട്ടി അലീനയെ വിളിക്കുന്നത്. ചേച്ചി, ഞാൻ മാമച്ചൻ അങ്കിളിനോടും ഗ്രേസി ആൻറ്റിയോടും ഈ കാര്യം സംസാരിച്ചു. അവർ പറയുന്നത് ഇതൊക്കെ ഉള്ളതാണോ? ഞാനിനി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് ഇടപെട്ട് നാണം കെടേണ്ടി വരുമോ എന്നൊക്കെയാണ് ചേച്ചി. ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാമച്ചൻ അങ്കിളിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്കിളിന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അങ്കിളിനോട് സംസാരിക്കാം. എനിക്ക് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം ചേച്ചി, ചേച്ചി വിഷമിക്കണ്ട. മാമച്ചൻ അങ്കിളും ആ SP സാറും തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പിലാണ്. പക്ഷേ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നറിഞ്ഞാൽ മാമച്ചൻ അങ്കിള് അയാളോട് പറയില്ല. ഇല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ മാമച്ചൻ അങ്കിള് പറയും. അതുകൊണ്ട് നമുക്ക് നോക്കാൻ ചേച്ചി എന്ന് പറഞ്ഞ് അവിടെ ഫോൺ വയ്ക്കുന്നുണ്ട്. മാമച്ചൻ്റെയും ശരണ്യയുടെയൊക്കെ സഹായത്തോടു കൂടി അലീന രോഹിത്തിനെ പുറത്തിറക്കുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.